ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനൊരു മോട്ടിവേഷൻ ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ കമൻറ്റ്സ് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ വീട്ടുകാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് എല്ലാം കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ അടുക്കള വിശേഷങ്ങളും അതുപോലെ തന്നെ വീട്ടുവിശേഷങ്ങളും ഷോപ്പിലെ വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നേരത്തെ ഷോപ്പൊക്കെ തുറന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഷോപ്പൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂലുപുട്ടാണ് കേട്ടോ. നൂലുപുട്ടെന്നും പറയാം, അല്ലെങ്കിൽ ഇടിയപ്പം എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ ആണ് നമ്മൾ ഈ നൂലുപുട്ടിനുള്ള മാവ് കുഴയ്ക്കുന്നത് കേട്ടോ. കുഴയ്ക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മാവൊക്കെ സെറ്റാക്കി വെച്ചിരുന്നത്. ചൂടോടെ തന്നെ ഇതുപോലെ പീച്ചണം കേട്ടോ. അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ചൂടോടെ പീച്ചുമ്പോൾ നമുക്ക് അധികം ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴയ്ക്കുകയും വേണം. അപ്പം തന്നെ നമുക്ക് അത് അങ്ങനെ പീച്ചി ഉണ്ടാക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പ്ലേറ്റിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി ഒഴിക്കില്ല അതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് വേവിക്കാൻ വെച്ചു കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയിൽ ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ടോ. ചായ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അന്ന് പറഞ്ഞിട്ടല്ലേ നെറ്റിൽ ലീവ്സ് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചു. അതിന് ശേഷം ഇതാ ഇടിയപ്പമായി. പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ വെച്ചത്. കറിയൊക്കെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പവും ചെറുപയർ കറിയും ഒക്കെ കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ചായയും കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തുറന്നു വെച്ചു. പക്ഷേ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചായയൊക്കെ കുടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ വന്നു ഷോപ്പിലത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ കുറേ ഭരണികളും അതുപോലെ ടാപ്പുള്ള ഭരണികളെല്ലാം ഞാൻ ഫ്രണ്ടിൽ കാണുന്ന പോലെ അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി അടിച്ചു വാരി പിന്നെ അങ്ങനെ എന്താ പറയുക അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഷോപ്പിലത്തെ ഒതുക്കി വയ്ക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ളത് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ചോറാണെങ്കിൽ നേരത്തെ വെച്ചു കേട്ടോ. ചോറ് എപ്പോഴും രാവിലെ തന്നെ നേരത്തെ അധികം ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മോൾക്ക് വന്നിട്ട് പൊട്ടാറ്റോ ഫ്രൈ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ ചെറുതായി അരിഞ്ഞിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മോരുണ്ട്, പിന്നെ ഇന്നലത്തെ കറിയും കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇന്ന് കറി വെച്ചാൽ അത് ബാലൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചാറ് കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ ഫ്രൈയും പിന്നെ ചെറുപയർ കറിയും ഉണ്ടല്ലോ അതും ഉണ്ട്. എല്ലാം കൂടി എന്തായാലും ബാലൻസ് വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ചാറ് കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ ചെറുപയർ കറി ബാലൻസ് ഉണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് കറിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊട്ടാറ്റോ ഫ്രൈ മാത്രമാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പൊട്ടാറ്റോ ഒക്കെ അരിഞ്ഞ ശേഷം എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയിലിട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ അംശമേ വേണ്ട കേട്ടോ. അങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മണം ഉണ്ടാവും. പിന്നെ അതുപോലെ ഗ്യാസ് വരും. ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ചേർക്കാം. നല്ല മണം ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ മോള് അടുക്കളയ്ക്ക് വന്നിട്ട് അവൾ സ്കൂളിലത്തെ എന്തൊക്കെയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് എന്തോ ബാഗിൻ്റെ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ മറന്നു കേട്ടോ. ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവം എന്നുള്ളത് ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആവണം കേട്ടോ. ഇതാണെങ്കിൽ കുറേ നേരം വെക്കണം കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് കുറേ നേരം ഇത് വേവിക്കണം. അപ്പോഴേ ഇതിങ്ങനെ ആവുള്ളൂ കേട്ടോ. വേവുകയും ചെയ്യുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ.
അങ്ങനെ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഇഷ്ടംപോലെ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായിട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊടിയിൽ വാഴ കുലച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റോബസ്റ്റ കുലച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡെയിലി ഞാൻ വെള്ളം ഒഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് നല്ല കൊലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ എന്തായിരുന്നു എന്നറിയോ, ഇന്നലെ നോക്കുമ്പോൾ വാഴ അങ്ങനെ ഒടിഞ്ഞു കിടക്കണം കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഒടിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ശരി പറഞ്ഞാൽ അത് മുറിക്കാൻ പോയതായിരുന്നു കേട്ടോ. മുറിക്കാൻ പോയപ്പോൾ എന്തായിരുന്നു എന്നറിയോ, വാഴക്കൊല ആരോ മുറിച്ചിരിക്കണം കേട്ടോ കത്തി കൊണ്ട്. പകുതിയിൽ നിന്ന് മുറിച്ച് വിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാരോ കത്തി കൊണ്ട് മുറിച്ച പോലെ കറക്റ്റായിട്ട് അതിൽ തോന്നി കേട്ടോ. അല്ലാണ്ട് വെയിറ്റ് കൊണ്ട് മറിയാണെങ്കിലും വാഴ മറിയുന്നല്ലാണ്ട് കൊലയിൽ ഇങ്ങനെ ഒരു കത്തി കൊണ്ട് മുറിച്ച പോലെ ഒരു പാടും അടയാളമൊന്നും വരാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഇതാരോ മുറിച്ച പോലെയാണ് കേട്ടോ നമുക്ക് തോന്നിയതെന്ന് മാത്രമല്ല, ഒരു 3-4 മാസം മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു കൊല ഉണ്ടായിട്ട് ഒരു ദിവസം രാവിലെ നോക്കുമ്പോണ്ട് ഫുള്ളായിട്ട് മുറിച്ചിട്ട് അപ്പുറത്ത് ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. വാഴയിൽ നിന്ന് കൊലേനെ മാത്രം വെട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി ഇട്ട് വെച്ചിരിക്കുക രാവിലെ നോക്കുമ്പോൾ. അങ്ങനെ ഒരു സംഭവം 3-4 മാസം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടി കണ്ടപ്പോൾ ആകെ ഒരു പേടിയായിട്ടോ. നമ്മുടെ തൊടിയിൽ ആരും അങ്ങനെ നമുക്ക് അറിയാണ്ട് തന്നെ ആരോ വരുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു പേടി തന്നെയല്ലേ. നമ്മളിപ്പോൾ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കള്ളന്മാർ കുറേ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആകെ പേടിയായി. പിന്നെ ഇത് അപ്പുറത്തൊരു വാഴ ഇതുപോലെ കുലച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. എന്തായാലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ തൊടിയിൽ ഒരാൾ നമുക്ക് അറിയാണ്ട് തന്നെ കയറി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണമെന്ന് അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായി നമുക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ ഏട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും മോളും കൂടി ആ കൊലേനൊക്കെ അങ്ങോട്ട് വെട്ടി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ നമ്മൾ പിന്നെ ഉച്ചയായി, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരും നമ്മൾ AC വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ AC ഒക്കെ ഇട്ടിട്ട് 3 പേരും ഉച്ചയ്ക്ക് സുഖമായി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഷോപ്പിലാണെങ്കിൽ ഉച്ച സമയമായതുകൊണ്ട് കടും വെയിലല്ലേ, അത് കാര്യം വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ അകത്തിരിക്കുകയാണ് കേട്ടോ. ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് അതുകൂടെ ചാനലിൽ കൂടെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം മോളാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിങ്ങനെ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കോമഡി എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുൾ റെസ്റ്റിലാണ് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ AC ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം AC ഇടലാണ് കേട്ടോ, പകലും രാത്രിയൊക്കെ. അപ്പോൾ AC ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ കറണ്ട് ബില്ല് വന്നാൽ അറിയാൻ പറ്റും അതിൻ്റെ അവസ്ഥ ഏതാണെന്നൊക്കെ. ഇപ്പോൾ ചൂടല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇടുന്നത് കേട്ടോ. കൂടുതൽ പറഞ്ഞാൽ ഫുൾ ടൈം ഒന്നും പകലിടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ഉണ്ടായിട്ടോ. പിന്നെ ഞങ്ങളിന്ന് നേരത്തെ കടയൊക്കെ അടച്ചു. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചിറ്റൂര് പോവുകയാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് നമ്മൾ സാരി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കല്യാണത്തിന് സാരി എടുത്തു. പിന്നെ റിസപ്ഷൻ ഉണ്ടല്ലോ, വൈകുന്നേരം റിസപ്ഷൻ. അപ്പോൾ അതിന് ഒരു ഡ്രസ്സും കൂടി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ചിറ്റൂരിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും റിസപ്ഷന് സാരി വേണ്ട വിചാരിച്ചു. അപ്പോൾ കല്യാണത്തിന് നമ്മൾ സാരിയാണല്ലോ. അപ്പോൾ റിസപ്ഷന് വേറെ ഏതെങ്കിലും ദാവണി പോലത്തെ അല്ലെങ്കിൽ ലെഹങ്ക അങ്ങനത്തെ എന്തെങ്കിലും മോഡൽ നോക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ മോൾക്കാണെങ്കിൽ സറാറ എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് എടുക്കണം പറഞ്ഞിട്ടാണ് അവൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ചിറ്റൂരാണ് കേട്ടോ. ചിറ്റൂർ യാസ്മിൻ സിൽക്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണം ചേച്ചി വരുന്നില്ല. കണ്ണം ചേച്ചീനെ അവിടെ അടുത്ത് ചേച്ചിയുടെ വീട്ടിൽ അടുത്ത് വിജയ് ചേച്ചി ഉണ്ട് കേട്ടോ. വിജയ് ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും മോളും റെഡി ആയിക്കൊണ്ടിരിക്കണു. ആ കണ്ണം ചേച്ചിനെ അവിടെ ആക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ബസ് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്ന് കയറിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡിയായി. പിന്നെ നമ്മൾ ഇപ്പോൾ പോണത് 6 മണിക്കാണ് കേട്ടോ. ഇവിടെ നിന്നൊരു 15 മിനിറ്റ്, ബസ്സിലൊരു 15 മിനിറ്റ് കേട്ടോ, അത്രയേ ഉള്ളൂ. അവിടെ പോയി സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടെത്തുമ്പോൾ 8 മണിയായിട്ടോ. അതൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 8 മണിയായി. അങ്ങനെ ഞങ്ങളിതാ റെഡിയായി കണ്ണമ്മ ചേച്ചീനെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി, അവിടുന്ന് ബസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് മോളുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, മോള് പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിതാ ചിറ്റൂർ എത്താറായിട്ടുണ്ട്. ഇതാ ചിറ്റൂർ പുഴയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ തുണിക്കടയിലൊക്കെ എത്തി. ഇതാ കുറേ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ലഹങ്ക പോലത്തെ മോഡലാണ് അവർ കൂടുതൽ എടുത്തുന്നത്. അതിൻ്റെ കുറേ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ കുറച്ച് റേറ്റ് കൂടുതലായി തോന്നി കേട്ടോ ഡ്രസ്സിന്. ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇതാണ് ഫസ്റ്റ് നോക്കിയത്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതും. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ കുറേ കളറുകൾ നോക്കി കേട്ടോ. അതേ മോഡലിൽ കുറേ കളറുകൾ നോക്കി. അപ്പോൾ അതിൻ്റെ ലൈറ്റ് കളേഴ്സ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഡാർക്ക് ഷെയ്ഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു അട്രാക്ഷനും പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഞാൻ സെലക്ട് ചെയ്തത്. കുറേ വേറെ മോഡലുകളും പിന്നെ കുറേ കളേഴ്സും ഒക്കെ നോക്കിയെങ്കിലും ഫസ്റ്റ് സെലക്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ എടുത്തത്. ഇത് പിന്നെ നെറ്റിൻ്റെ ആയിരുന്നു കേട്ടോ, നെറ്റ് പാവാട പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കുട്ടികളുടെ പോലെ തോന്നി. കളർ ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിൻ്റെ താഴെ പാവാട എനിക്ക് സെറ്റായില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇത് എടുത്തില്ല കേട്ടോ. 2-3 ഇട്ട് നോക്കി. പിന്നെ ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് എടുത്തത് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. മോൾക്കാണെങ്കിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സരാറ എന്ന് പറഞ്ഞൊരു മോഡൽ. അത് ചുരിദാർ മോഡലാണ് കേട്ടോ, പലാസ പാൻറ്റും അങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതാണ് അപ്പോൾ നമുക്ക് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതിന് കൈ വെക്കണം, പിന്നെ ഒന്ന് ഷേപ്പ് ആക്കണം, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ സെലക്ഷൻ കഴിഞ്ഞു. ഇനി മോളുടെയാണ് കേട്ടോ. മോള് ഒരു മഞ്ഞയാണ് കേട്ടോ എടുത്തത്. മഞ്ഞ സരാര പറഞ്ഞ ഡ്രസ്സാണ് എടുത്തത്. ഇതാണ് കേട്ടോ മോൾ എടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.